അതിനെന്താ, ഇതൊക്കെ എല്ലാം തീർത്തു കൊടുത്തു കഴിഞ്ഞിട്ട് പകലായാലും കിടന്നുറങ്ങാലോ. എനിക്കിതൊക്കെ കാണുമ്പോ എന്താ തോന്നാന്നറിയോ? എന്റെ പിടിപ്പുകേടുകൊണ്ടല്ലേ നമ്മളിതൊക്കെ നേരിടേണ്ടി വന്നത്. ഉറങ്ങാൻ പോലും തനിക്ക് പറ്റാത്തത് എന്റെ കഴിവീട് തന്നെയല്ലേ? തൽക്കാലം ഇത് നിർത്താൻ ഇതേ മാർഗമുള്ളൂ. കഴിച്ചു. നമ്മുടെ കഷ്ടപ്പാടിനെ കുറിച്ച് പറയുമ്പോ നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന എത്രയോ പേര് ലോകത്തുണ്ട്. ലോകം മൊത്തം പിടിക്കണ്ട. നമ്മുടെ ഈ ചെറിയ നാട്ടിൽ തന്നെ എത്രയോ പേരുണ്ട്. എത്രയോ പേര് വൈകി വീട്ടിലെത്തുന്നവരുണ്ട്. എന്നിട്ട് വെളുപ്പിനേ അവർക്ക് തിരിച്ചു പോണം. അതിനിടയില അവര് കുടുംബം നോക്കലും സന്തോഷവും സങ്കടവും എല്ലാം. ഇതിപ്പോ നമ്മൾ സാധാരണ ചെയ്യുന്നൊരു കാര്യം. കുറച്ചുപേർ കൂടി ഭക്ഷണം വെക്കണം, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് വല്ല സിമ്പിളായല്ലേ? അല്ലാതെ പിന്നെ ചെയ്യണമെന്ന് തീരുമാനിച്ച എല്ലാം സിമ്പിൾ തന്നെ. മുൻപൊരിക്കല് വരുൺ എസ്റ്റേറ്റിലെ കുറെ ഫയലുകളായിട്ടിരുന്ന ഓർമ്മയുണ്ടോ? ഞാൻ അടുത്തൊന്ന് കിടക്കാൻ വന്നപ്പോ വരുൺ എന്താ പറഞ്ഞ? 3-4 കൊല്ലത്തെ ഫയലുകള് 2-3 ദിവസം കൊണ്ട് നോക്കി തീർക്കണ്ടേ, വലിയ ബാധ്യതയിലാ ഇരിക്കുന്നേന്ന്. എന്നിട്ട് എന്താ സംഭവിച്ചേ? വരുൺ അതെല്ലാം നോക്കി തീർത്തു. അന്ന് വരുൺ സമയത്തിന് ഭക്ഷണം കഴിച്ചില്ല, സമയത്തിന് ഉറങ്ങിയതുമില്ല. പക്ഷെ വരുൺ ജോലി ചെയ്ത് തീർത്തിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഇപ്പൊ ഒരു മനസമാധാനം ഉണ്ടെന്ന്. ആ മനസമാധാനത്തിന് വേണ്ടിയാ ആളുകൾ ഈ ഓട്ടപ്പാച്ചിലൊക്കെ നടത്തുന്നത്. മ്യൂസിക് ക്ലാസ് മാത്രം പോരാ, പറ്റുമെങ്കിലേ ഒരു മോട്ടിവേഷൻ ക്ലാസ് കൂടി താൻ തുടങ്ങണം. അതിലായിരിക്കും താൻ കൂടുതൽ ശോഭിക്കുക. ആണോ? എന്ന് നമുക്ക് ആലോചിക്കാലോ. ഈ തളർന്നിരിക്കുന്ന എന്റെ ഭർത്താവിനോട് പറയുന്ന കാര്യങ്ങൾ തന്നെ ധാരാളമാണല്ലോ മറ്റുള്ളവരോട് പറയാൻ. ഓർക്കളക്കണ്ട, പോയി കിടന്നു. ഇനിയിപ്പോ എന്തായാലും എന്റെ ഉറക്കമൊക്കെ പോയി. ഞാൻ ചെയ്യാനുള്ള കാര്യം എന്താന്ന് പറ, ഞാൻ ചെയ്യാം. പോയി കിടക്ക മനുഷ്യ. ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പുറത്ത് പണി അന്വേഷിച്ച് നടന്നിട്ട് കിട്ടുന്നില്ല, ഇവിടുന്ന് എന്നെ തള്ളി പറയണോ? എന്നെ കൊണ്ട് ഒരു ഉപകാരമില്ലെന്ന് കരുതല്ലേ? അത് വേണ്ട. എന്നല്ലേ ഈ ഉള്ളൊന്ന് വിളിച്ചേ. ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പുള്ളിയായിരിക്കും എനിക്ക് എടുത്തു തരാൻ പോകുന്നത്. അതെന്താ? പണി എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ച് ഏതൊരാണ് അടുക്കളയിലേക്ക് കയറി വന്നാലും